ചീസ് പാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി നാടൻ കറി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ് കറി. ഇത് ചോറിനൊപ്പം കൂട്ടാൻ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും വീഡിയോ കാണുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു 150 ഗ്രാം, മാങ്ങ 100 ഗ്രാം, മുരിങ്ങക്കായ 100 ഗ്രാം, തേങ്ങ 100 ഗ്രാം, ചുവന്നുള്ളി 10 എണ്ണം, കറിവേപ്പില 1 തണ്ട്, ഉണക്കമുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. നികക്കെ വെള്ളം ഒഴിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പും ചേർത്തതിന് ശേഷം അതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അതൊരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് അടുപ്പ് മാറ്റിയിട്ട് അതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ, അതായത് നമ്മുടെ മുരിങ്ങക്കായ് അതൊന്ന് കീറി വെച്ചിരിക്കുകയാണ്. അപ്പോഴതിന് ഉള്ളിലൊക്കെ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് നടുവേ ഒന്ന് കീറിയ മുരിങ്ങക്കായാണ് അത് ഇട്ട്, പിന്നെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ അതും ചേർത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കാൻ പോവാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്തു. ഇനി അത് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. ഇത് വേവിക്കാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് തേങ്ങ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങൾ, പച്ചമുളക്, അതിൻ്റെ കൂടെ പിന്നെ ചുമന്നുള്ളി പകുതി ചുമന്നുള്ളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. വേഗം വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങക്കായും ചക്കക്കുരുവും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കുകയാണ്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ മുഴുവനും ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊരു ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഞാൻ എന്തായാലും കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിടാണ്. കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ച് അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്തു. ചുവന്നുള്ളി നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മീഡിയം ഹീറ്റിൽ വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചുവന്നുള്ളി നല്ല ബ്രൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുളക് ചേർത്തു. ഉണക്കമുളക് മുറിച്ചത് ചേർത്തു. അതും ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്തു. കറിവേപ്പില ചേർത്തതിന് ശേഷം പെട്ടെന്ന് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത ഉള്ളിയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ് കറി റെഡി. സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ചീസ് പാഷൻസ്. താങ്ക് യു.